മനസ്സിൽ മായാത്ത മരതക മുത്ത് വദനമാന്റെ നബിയല്ലാഹ് മാരിൽ തോൽക്കും അഴകിലങ്ങുന്ന പവിഴമാണെന്റെ നൂറുല്ലാഹ്. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا ونبينا محمدا صلى الله عليه وسلم إمام الأنبياء والمرسلين وأفضل خلق الله أجمعين صلوات الله تعالى وسلامه عليه وعلى آله وصحبه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله مولانا العظيم. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിത വരേണ്യന്മാർ, മാന്യ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിവൃദ്ധിക്ക് ആവശ്യമായതെല്ലാം ചെയ്യാൻ നമുക്കും നമ്മുടെ സംഘ കുടുംബാംഗങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഭീകരമായ, മാരകമായ, വേദനാജനകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും പൂർണ്ണമായ സംരക്ഷണവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയവും, ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയവും, മുസ്ലിം ജനകോടികളുടെ മനസ്സിന്റെ അകതാരിൽ, മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ രാജകുമാരന് തുല്യമായി വിരാജിക്കുന്ന മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തന മേഖലകളും അത് മുഖേന മുസ്ലിം സമൂഹത്തിന് വന്ന മാറ്റങ്ങളും ആ പ്രമേയം മുന്നിൽ മനസ്സിലാക്കി നമുക്ക് അതിന്റെ പിന്നിൽ നിന്നുകൊണ്ടുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തന ആവശ്യവും ആവേശവും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ചുരുങ്ങിയ സമയത്തിൽ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള വിഷയം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം അള്ളാഹുവിന്റെ ദീൻ കാലാകാലങ്ങളായി, സഹസ്രാബ്ദങ്ങളായി, യുഗാന്തരങ്ങൾ പിന്നിട്ടിട്ടും ഒരു യുവാവിന്റെ പ്രസരിപ്പോടുകൂടെ ഇവിടെ പിടിച്ചു നിൽക്കുന്ന, ലോകത്തുള്ള ഏതു പ്രശ്നങ്ങൾക്കും, പള്ളി മുതൽ പള്ളിക്കൂടം മുതൽ പഞ്ചായത്ത് മുതൽ പാർലമെന്റിനപ്പുറം വരെയുള്ള മത, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും തൃപ്തികരവും യുക്തിപരവുമായ നിയമനിർമ്മാണങ്ങൾ നിർദ്ദേശിച്ചു തന്ന പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ് എന്നാണ് നമ്മുടെ പൂർണ്ണമായ വിശ്വാസം. ആ ഇസ്ലാം ഉദാത്തമായതുകൊണ്ട്, ഉന്നതമായതുകൊണ്ട് മാത്രം ജനങ്ങൾ സന്തോഷവാന്മാരാകാത്തതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന്റെ പ്രചാരകന്മാരായി മഹാന്മാരായ പ്രവാചക പ്രവീണന്മാരെ തെരഞ്ഞെടുക്കുക വഴി 1,24,000 2,24,000 അഭിപ്രായമുള്ള മഹാന്മാരായ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്ത് ഉന്നത കുലജാതരായ, സ്വഭാവ വൈജാത്യമുള്ള, വളരെയേറെ സമൂഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പര്യാപ്തരായ, ഏത് നിലക്കും പ്രാപ്തരായ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ മതത്തിന്റെ പ്രബോധനം ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം ആദ്യമായി ഓർക്കേണ്ട വിഷയം, ആ അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ പതിപ്പായ അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ മതം ഉദാത്തമാണ്, ഉത്കൃഷ്ടമാണ്. കാലാകാലങ്ങളായി ഏതൊരു സമൂഹത്തിനും പകൽ വെളിച്ചം പോലെ സുതാര്യമായ, ഏതൊരു സമൂഹത്തിനും അന്ധകാര നിബിഡമാകുന്ന ജനവിഭാഗത്തിന് പൂനിലാവ് പെയ്തിറക്കാൻ പര്യാപ്തമായ ആ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അതിന്റെ പ്രബോധനത്തിന്റെ വെക്കുരികളും മഹാന്മാരായ പ്രവാചകന്മാർ ഉദാത്തമായ വിശ്വാസത്തെ അധിഷ്ഠിതമായി ഉന്നതന്മാരായതുപോലെ പ്രവാചകന്മാർക്ക് ശേഷം വരുന്ന പണ്ഡിതവരേണ്യന്മാരും ഉന്നതന്മാരാവണം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാർ ഹിറയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആവേശം ഉൾക്കൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നപ്പോ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ കർമ്മ ഭടനായി ഇറങ്ങി വന്നപ്പോ, മതം സത്യസന്ധമാണ്, ഉത്കൃഷ്ടമാണ്, പക്ഷേ ആ മതത്തിന്റെ പ്രവാചകർ, പ്രബോധകർ ഉദാത്തമായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ബീബി ഖദീജ റളിയല്ലാഹു അൻഹ ഓർമ്മപ്പെടുത്തിയത്, ലാ യുഖ്സികല്ലാഹു അബദാ, അങ്ങയെ ഒരിക്കലും അല്ലാഹു പരാജയപ്പെടുത്തില്ല. എന്തുകൊണ്ട്? അങ്ങ് സത്യം മാത്രം പറയുന്ന ആളാണ്, വതഹ്മിലുൽ കല്ല, വിഷമങ്ങൾ പരിഹരിക്കുന്ന ആളാണ്, വതഖ്സിമുൽ മഅദൂമ, ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നയാളാണ്. ഇങ്ങനെ ഒരുപാട് ഗുണഗണങ്ങള് പ്രവാചകനെ കുറിച്ചു പറഞ്ഞെങ്കിൽ നാം ഓർക്കേണ്ടത്, മതം, അള്ളാഹുവിന്റെ ദീൻ പരിപൂർണമാണ്, സത്യസന്ധമാണ്, ഉദാത്തമാണ്, ഔന്നത്യത്തിന്റെ ഉത്തുംഗ മേഖലകളിൽ വിരാജിക്കാനുള്ള പരമമായ അവകാശം നൽകപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ആ പ്രബോധനം ചെയ്യാനുള്ള ആളുകളും ഉന്നതന്മാരാവണം. അതുകൊണ്ടാണല്ലോ ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങനെ അഭിസംബോധനം ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്നത്, ഇന്ന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് ധാരാളം പ്രവർത്തകരുണ്ട്, പ്രവർത്തിക്കാനുള്ള മേഖലകളുണ്ട്. ആ മേഖലകളും പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഉന്നതരായ നേതൃത്വമാവണം പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദീനിന്റെ കാവലാളുകൾ ആവേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നുകൊണ്ടാണ് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പ്രബോധനം ചെയ്യണം, ആ ദീനിലേക്ക് ജനങ്ങൾ കടന്നു വരണം, ആ ദീനിന്റെ മഹത്വം മനുഷ്യന്മാർ ഉൾക്കൊള്ളണം. അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മഹത്വം ഉൾക്കൊള്ളണമെങ്കിൽ അതിന്റെ പ്രബോധകരും മഹാന്മാരായിരിക്കണം എന്നാണ് ചുരുക്കം. നാം ഓർക്കുക, നമ്മുടെ പൂർവ്വകാല മുസ്ലിം സൂരികള്, ഇസ്ലാമിന്റെ പ്രഗത്ഭരായ ദീനീ പ്രബോധകന്മാരുടെ കാലഘട്ടത്തിന് മുമ്പ് നാം ജീവിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തില് 800 കൊല്ലക്കാലം മുസ്ലിം ഭരണം നടത്തിയിട്ടുണ്ട്. 800 കൊല്ലക്കാലം മുസ്ലിം ഭരണം നടത്തിയിട്ടുണ്ട് രാജാക്കന്മാർ. നാം മറന്നു പോകരുത്. ഇടക്ക് കയറി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ 800 കൊല്ലം ഭരിച്ച ഭാരതത്തിലെ രാജാക്കന്മാര് ഭീകരവാദികളായിരുന്നെങ്കിൽ, ഏഷണി കൊണ്ടും ഭീഷണി കൊണ്ടും പടച്ചാക്കുകൊണ്ടും നുണച്ചാക്കുകൊണ്ടും ഇവിടെ ഭീകരവാദവും തീവ്രവാദവും നടത്തിയിരുന്നെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ ജനസംഖ്യ ഇവിടെ ഇത്രയും കണ്ടാൽ പോരായിരുന്നു. തുച്ഛമായ ജനസംഖ്യയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കുള്ളത്. അവർ ഭീകരവാദികളായിരുന്നെങ്കിൽ, വാളുകൊണ്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നവരായിരുന്നെങ്കിൽ 800 കൊല്ലക്കാലം ഇവിടെ ഇന്ത്യ രാജ്യം ഭരിച്ച മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജനസംഖ്യ ആനുപാതികമുണ്ടായാൽ പോരായിരുന്നു. അതിൽ നിന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടത്, അവർ മതസഹിഷ്ണുതയുടെ ആളുകളായിരുന്നു, മതസൗഹാർദ്ദത്തിന്റെ ആളുകളായിരുന്നു. ആ മഹാന്മാരായ നേതാക്കൾ ഈ രാജ്യത്ത് ചെയ്ത ഒരുപാട് സേവനങ്ങൾക്ക് പിറകെയാണ് മഹാനായ കാന്തപുരം ഉസ്താദ് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇന്ത്യ രാജ്യം ഭരിച്ച നമ്മുടെ പൂർവികരായ മഹത്തുക്കളായ നേതാക്കൾ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പൂർവ്വകാല മുസ്ലിം നേതാക്കൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി. ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചിലത് ഇവിടെ സ്മരിക്കട്ടെ. അനശ്വരമായ ഒരു പ്രേമത്തിന്റെ പ്രോജ്വല പ്രതീകമായി പ്രശോഭിക്കുന്ന താജ്മഹൽ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ്. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ എല്ലാ ആഗസ്റ്റ് 15 സ്വതന്ത്ര പുലരികളിലും കയറി നിന്ന് പ്രസംഗിക്കുന്ന ഡൽഹിയിലെ ചെങ്കോട്ട ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ്. ഹൈദരാബാദിലെ ചാർമിനാർ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ്. കുത്തബ് മിനാർ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ്. 300 ചതുരശ്ര കിലോമീറ്റർ പടർന്നു പന്തലിച്ചു കിടക്കുന്ന നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കർണാടകയിലെ ലാൽബാഗ് ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പൂർവകാല മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്തെങ്കിൽ ആ പ്രബോധകന്മാരുടെ പൂർവകാല നേതാക്കളുടെ പിൻഗാമികളായി വന്ന മഹാനായ കാന്തപുരം ഉസ്താദ് പള്ളിയുടെ 4 മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദീനീ പ്രബോധനങ്ങൾ നടത്തുന്നതിനുപരി അവിടുത്തെ വിശ്വാസവും കർമ്മവും ജീവിതത്തിൽ പരമാവധി പാലിക്കുന്നതോടൊപ്പം തന്റെ പൂർവകാല നേതാക്കള്, ഇന്ത്യ രാജ്യം ഭരിച്ച മഹത്തുക്കളായ ആളുകള്, മഹാനായ മമ്പുറം തങ്ങളെ പോലെ, വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളെ പോലെ ധീരശൂര പരാക്രമികളായ ആളുകള് അള്ളാഹുവിന്റെ ദീനീ വിശ്വാസവും ദീനീ കർമ്മവും കരുത്തുറ്റ വിശ്വാസവും മുറുകെ പിടിക്കുന്നതോടൊപ്പം
സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതരായതെങ്കിൽ മഹാനായ കാന്തപുരം ഉസ്താദ് ഇപ്പോൾ വ്യാപൃതനായിരിക്കുന്നത് അധർമ്മത്തിനെതിരെയാണ്. അതാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ ചിന്താ വിഷയം അവിടെയാണ്. എവിടെയും അധർമ്മങ്ങൾ കൊടുകുത്തി വാഴുന്നു, നീതിയും ധർമ്മവും അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ആ നീതിയും ധർമ്മവും അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് പലപ്പോഴും മഹാന്മാരായ വലിയ വലിയ മഹത്തുക്കൾ കടന്നു വരാറുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനവ ധർമ്മസ്യ തദാത്മാനം സ്മൃജാമ്യഹം പവിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മങ്ങൾ അസ്തമിക്കുമ്പോ, അധർമ്മങ്ങൾ കൊടുകുത്തി വാഴുമ്പോ, മൃഗീയത ഉടലെടുക്കുമ്പോ അവരെയെല്ലാം നന്മയുടെ വഴിയിലേക്ക്, വഴിത്താരയിലേക്ക് സംരക്ഷിക്കാൻ വേണ്ടി, നന്മയുടെ മാർഗത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി മഹത്തുക്കളായ മഹാമനുഷികള് പൂർവകാലങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് വേദങ്ങൾ പറയുമ്പോ, ഉപനിഷത്തുകൾ പറയുമ്പോ, മഹാഭാരതം സമർത്ഥിക്കുമ്പോ അതിന്റെ ചരട് പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് ആ സമൂഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതാ മഹാനായ കാന്തപുരം ഉസ്താദ് ധർമ്മങ്ങൾ അവസാനിക്കുന്ന ഒരു സമയത്ത്, അധർമ്മങ്ങൾ കൊടുകുത്തി വാഴുന്ന സമയത്ത് തീർച്ചയായും ആ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനു വേണ്ടിയുള്ള ജൈത്രയാത്രകളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നും പൂർവകാല നേതാക്കൾ അവരുടെ കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നതോടൊപ്പം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിൽ അതിന്റെ ചരട് പിടിച്ചുകൊണ്ട് തന്നാലാവുന്നത് ഞാൻ ചെയ്യുന്നു, അതേപോലെ എന്റെ അനുയായികളും കണ്ടുപഠിക്കണം. വിശ്രമം കബറിലാണ്, വിശ്രമം കബറിലാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പരമാവധി വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും നന്മ ചെയ്യണം. നമുക്കുള്ള ശാശ്വതമായ വിശ്രമം അത് കബറിലാവാം എന്ന് പറഞ്ഞ് സമൂഹത്തെ ഉത്ബുദ്ധരാക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനത്തിന് തണലേവാൻ, ആഹ്വാനം ചെയ്യാൻ, ആ പ്രഖ്യാപനത്തിനൊന്ന് കൈത്താങ്ങാവാൻ, അത് ഏറ്റുപിടിക്കാൻ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നാം ബാധ്യസ്ഥരല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം ബാധ്യസ്ഥരല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. കലാപങ്ങൾ നടക്കുന്നു, സ്വാഭാവികമാണ്. കലാപങ്ങളും പ്രശ്നങ്ങളും. പ്രശ്നങ്ങളില്ലാത്ത സമയങ്ങളില്ല, പ്രശ്നങ്ങളില്ലാത്ത സമൂഹങ്ങളില്ല, പ്രശ്നങ്ങളില്ലാത്ത സാഹചര്യങ്ങളില്ല. ആ സമയത്ത് മഹാനായ കാന്തപുരം ഉസ്താദ് ഇറങ്ങിച്ചെല്ലുകയാണ്. നമുക്കറിയാം 999 കാലഘട്ടത്തില് നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് കലാപകുലുഷിതമായി കലങ്ങി മറിഞ്ഞ കണ്ണൂരിന്റെ ഗാത്രത്തിലൂടെ, കോലോത്ത് നാടുകളുടെ ആ കൊട്ടാര വഴികളിലൂടെയെല്ലാം മനുഷ്യ സമൂഹത്തിന്റെ രക്തങ്ങൾ പാഞ്ഞൊഴുകിയപ്പോ, രാഷ്ട്രീയ കലാപത്തിന്റെ പേരിൽ പലപ്പോഴും പലരും മരിച്ചു വീണപ്പോ മഹാനായ കാന്തപുരം ഉസ്താദ് കേരള യാത്ര നടത്തിയിട്ടുണ്ട്. 999 കാലഘട്ടങ്ങളിൽ അന്ന് പാറക്കടവ്, നാദാപുരം പോലത്തെ ഭാഗങ്ങളില് കാന്തപുരം ഉസ്താദിന്റെ ആ യാത്ര കടന്നു ചെല്ലുന്നത് ശക്തമായി എതിർത്തിരുന്നു. ചെല്ലരുത്, നിങ്ങൾ ഭയപ്പെടണം, നിങ്ങളുടെ ജീവന് തന്നെ അപകടപ്പെടുമെന്നൊക്കെയുള്ള സാഹചര്യത്തില് സത്യത്തിനു വേണ്ടി, ധർമ്മത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി മഹാനായ കാന്തപുരം ഉസ്താദ് കടന്നു ചെല്ലുകയും രാഷ്ട്രീയ കക്ഷികൾ വേർതിരിഞ്ഞു നിന്നുകൊണ്ട് കൊടുവാളെടുത്തുകൊണ്ട് കാണുന്നവരെ വെട്ടുകയും വീടുകളെല്ലാം ദിവസങ്ങളോളം അടച്ചിടുകയും വിദ്യുത് ശക്തി വരെ വിക്ഷേപിച്ചുകൊണ്ട് ജനങ്ങൾ ഭയവിഹ്വലരായി വീടിന്റെ ഉള്ളുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന സമയത്താണ് മഹാനായ കാന്തപുരം ഉസ്താദ് കടന്നു ചെന്നിട്ട് പറഞ്ഞത്, സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കും ജനതയും, സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കും ജനതയും. കവി കുമാരനാശാൻ പാടിയത് അങ്ങനെയാണ്. മഹാനായ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, സ്നേഹിക്ക, നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുക. അങ്ങനെ നമ്മൾ സ്നേഹത്തിലൂടെ, സൗഹൃദത്തിലൂടെ, ഒത്തൊരുമയിലൂടെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞ് എല്ലാ രാഷ്ട്രീയ കക്ഷി ബന്ധത്തിലുള്ള ആളുകളെയും ഒരു സ്റ്റേജില് വിളിച്ചു വരുത്തുകയും അവരോട് അവിടെ വെച്ച് തന്റെ കൈ പിടിച്ചുകൊണ്ട്, ഇനി ഇവിടെ കലാപം നടത്തില്ല, ഇനി ആരുടെയും രക്തം ഇവിടെ വീടില്ല, ഏതൊരമ്മയ്ക്കും ഇനി മക്കളെ നഷ്ടപ്പെടില്ല, ഏതൊരു ഭാര്യയും ഇനി വിധവയാവില്ല, ഇവിടെ ഒരു മക്കളും അനാഥരാവില്ല, നിങ്ങൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് അതിന് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞ് മഹാനായ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഒരച്ഛനമ്മമാർക്കു പിറന്ന മക്കൾ നമ്മൾ, ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. ഒരച്ഛനമ്മമാർക്കു പിറന്ന മക്കൾ നമ്മൾ, ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം. താതന്റെ മുറ്റത്തു വിരിഞ്ഞു നിൽക്കും നൽമുന്തിരി കൊത്ത മനുഷ്യവർഗം.
ഈ രൂപത്തിൽ നിങ്ങൾ ഓഗോദര സഹോദരന്മാരെ പോലെ ഒരുമയോടെ സൗഹൃദത്തോടുകൂടെ രാഷ്ട്രീയ മേധാവട്ടെ, മതമേധാവട്ടെ, ജാതീയതാവട്ടെ തമ്മിൽ തല്ലരുത്, കലാപം നടത്തരുത്, ഇനി ഇവിടെ ഒരു രക്തപ്പുഴ ഒഴുകാനുള്ള സാഹചര്യം ഉണ്ടാവരുത് എന്ന് പറഞ്ഞപ്പോ നമുക്കറിയാം ഈ പറയുന്ന പാറക്കടവും നാദാപുരവും ആ സ്ഥലങ്ങള് അങ്ങോട്ട് പോകണമെങ്കിൽ പ്രത്യേകിച്ച് പാസ്പോർട്ടോ പ്രത്യേകിച്ച് വിസയോ വേണ്ടതില്ല, ആർക്ക് വേണമെങ്കിലും പോയിട്ട് അന്വേഷിക്കാം. ആ കാലയളവിൽ മഹാനായ കാന്തപുരം ഉസ്താദ് കലാപങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോ പൂർണ്ണമായ വിജയം കാണുകയും വർഷങ്ങളോളം ആ സൗഹൃദം ആ ഭാഗങ്ങളിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതാണ് ഓർമ്മപ്പെടുത്തിയത്. പള്ളിയുടെ 4 മതിൽക്കെട്ടിന്റെ ഉള്ളില് ഒതുങ്ങി നിന്നുകൊണ്ട് തസ്ബീഹുമാലയും പിടിച്ച് തന്റെ ദിനചര്യകളിൽ മാത്രം വ്യാപൃതരാവാതെ ആ ദിനചര്യകളും പ്രവർത്തനങ്ങളുമെല്ലാം നടത്തുന്നതോടൊപ്പം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട പൂർവകാല സൂര്യകളുടെ മാതൃകയില് മഹാനായ കാന്തപുരം ഉസ്താദ് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിത്തിരിച്ചപ്പോ സുബ്ഹാനല്ലാഹ് വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയും. സമൂഹത്തോട് പറഞ്ഞു, ഇന്ന് മതത്തിന്റെ പേരിലാണ് കലാപം ഉണ്ടാകുന്നത്, മതങ്ങളുടെ പേരിലാണ് കലാപം ഉണ്ടാകുന്നത്, മതങ്ങൾ കലാപം നടത്താൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് കാന്തപുരം ഉസ്താദ് കേരളത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പറയുന്നു. മതങ്ങളോ മതാശയങ്ങളോ അല്ല പ്രശ്നക്കാർ, അതിന്റെ പേരിൽ സമൂഹം വെറുതെ ഛിന്ന ഭിന്നമാകുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ മതത്തെക്കുറിച്ച് പഠിക്കണം, നിങ്ങൾ മതത്തിന്റെ തത്വങ്ങൾ പഠിക്കണം. മുസ്ലിങ്ങളോട് പറയുന്നു നിങ്ങൾ മതത്തെക്കുറിച്ച് പഠിക്കണം, ഹിന്ദുക്കളോട് പറയുന്നു നിങ്ങൾ മതത്തെക്കുറിച്ച് പഠിക്കണം. അതല്ലേ ഹൈന്ദവ ധർമ്മത്തിന്റെ മഹത്തായ വ്യക്തികൾ ചോദിച്ചത്, വേദം പഠിക്കാത്തത് എന്തടോ ദുർജനം, മൂടിക്കിടക്കയാ മർത്യന് മാനസം. വേദം പഠിക്കാത്തത് എന്തടോ ദുർജനം, മൂടിക്കിടക്കയാ മർത്യന് മാനസം. എന്താണ് വേദം പഠിക്കാത്തത്? മഹാനായ കാന്തപുരം ഉസ്താദ് സമൂഹത്തോട് ചോദിക്കുന്നത്, മുസ്ലിങ്ങളെ നിങ്ങൾ ഇസ്ലാം മതം പഠിക്കുക. എവിടെയാണ് വിമർശിക്കുന്നതിന്റെ കൈവെട്ടാൻ കൽപ്പിച്ചത്? എവിടെയാണ് മനുഷ്യനെ ആക്രമിക്കാൻ പഠിപ്പിച്ചത്? മീൻ വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകുന്ന, ബസ് കാത്തു നിൽക്കാൻ വേണ്ടി വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറുന്നവന്റെ ബോംബിട്ട് നശിപ്പിക്കാൻ ഏത് മതമാണ് പഠിപ്പിച്ചത്? മഹാനായ കാന്തപുരം ഉസ്താദ് ചോദിക്കുന്നു. അതോടൊപ്പം ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിക്കാൻ പഠിപ്പിക്കുന്നു, നമുക്കിന്ന് വേദം പഠിക്കാനും ദീന് പഠിക്കാനും ദീനി മസ്അലകൾ പഠിക്കാനും സമയമില്ല. അതാണ് സത്യം. നമുക്ക് അതിനൊന്നും സമയമില്ല. മക്കളെ ഡോക്ടറാക്കണം, മക്കളെ എഞ്ചിനീയർ ആക്കണം, മക്കളെ വലിയ വലിയ ഡിഗ്രികളിലുള്ള ആളുകളാക്കണം. അതൊന്നും വേണ്ട എന്ന് ഞങ്ങൾക്ക് വാദമില്ല. നമുക്ക് ഈ സമുദായത്തിൽ എല്ലാവരും വേണം. അതോടൊപ്പം മതവും പഠിക്കണം. ആ മതത്തിന്റെ ബോധങ്ങൾ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ സമൂഹത്തിൽ സമാധാനം ഉണ്ടാവൂ എന്നാണ് കാന്തപുരം ഉസ്താദ് ഇപ്പോൾ കേരളത്തിലേക്ക് ഇറങ്ങി, വഴിയോരങ്ങളിലേക്ക് ഇറങ്ങി, പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വേദവാക്യങ്ങളെ പോലെ മഹാനായ കാന്തപുരം ഉസ്താദ് പറയുന്ന ആ ആദർശങ്ങള് ഓരോ മതവിശ്വാസികളും പാലിക്കട്ടെ. തീർച്ചയായും ഇവിടെ സമാധാനത്തിന്റെ പൊൻ കിരണങ്ങൾ സന്തോഷപൂർവ്വം ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉസ്താദിന്റെ ഇടപെടലുകൾ നമുക്ക് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷം വല്ലാതെ തോന്നിയിട്ടുണ്ട്. ഓരോ സമൂഹവും മഹാനായ ഉസ്താദ് അവറുകളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു ആരോടൊപ്പമാണ്? അല്ലാഹു നന്മ ചെയ്യുന്നവരോടൊപ്പം, അല്ലാഹു ഭയഭക്തിയുള്ളവരോടൊപ്പമാണ്. ഭയഭക്തി, റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകളുടെ കൂടെയാണ് അല്ലാഹു ഉള്ളത്. ഒപ്പം അവർ നന്മ ചെയ്യുകയും ചെയ്യും. അങ്ങനെ റബ്ബിനെ ഭയപ്പെടുകയും ഒപ്പം നന്മ ചെയ്യുകയും ചെയ്യുന്നവരോടൊപ്പം അല്ലാഹു ഉണ്ട് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോ നിങ്ങൾക്കറിയുമോ, ഇക്കഴിഞ്ഞ കേരള യാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളില് ആരൊക്കെയാണ് മഹാനായ കാന്തപുരം ഉസ്താദിന് സപ്പോർട്ട് ചെയ്തത്? സുബ്ഹാനല്ലാഹ്, അത്ഭുതം തോന്നുകയായിരുന്നു. കേരള ചരിത്രത്തില് ഏപ്രിൽ മാസം 12-ാം തീയതി ആരംഭിച്ച യാത്ര മംഗലാപുരത്ത് നിന്ന് ആരംഭിച്ച് നമ്മുടെ കേരളത്തിന്റെ അതിർത്തിയായ കാസർഗോഡ് നിന്ന്, തുളുനാട്ടിൽ നിന്ന്, സപ്തഭാഷകളുടെ സംഗമ ഭൂമിയിൽ നിന്ന്, ഉറൂസുകളുടെയും തെയ്യങ്ങളുടെയും വിശൽ പൂക്കുന്ന കാസർഗോഡ് നിന്ന് ഈ യാത്ര ആരംഭിച്ച് ഓരോ ഗ്രാമങ്ങളും കടക്കുമ്പോ, ഓരോ യോഗങ്ങളും പിന്നിടുമ്പോ ആരൊക്കെയാണ് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ച, സൗഹൃദത്തിന്റെ നല്ല നാളേക്ക് വേണ്ടി പണിപ്പെട്ട മഹാനായ കാന്തപുരം ഉസ്താദിനെ ആശംസിച്ചത്? ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്
അങ്ങനെ യാത്ര കടന്നു വന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, കേരളം ആദരിക്കുന്ന, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹങ്ങൾ എമ്പാടും ആദരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ പീലിപ്പോസ് മാർ ക്രിസ്തോസം വലിയ മെത്രാപ്പോലീത്തയായിരുന്നു അവിടുത്തെ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് വല്ലാത്ത പ്രായമുണ്ട്, നമുക്കറിയാം, പരിചയമുണ്ട്. സ്ഥിരമായി പത്രമാധ്യമങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 95 വയസ്സ് പ്രായം. 95 വയസ്സ് പ്രായം. അതിന്റെ 95ാം പിറന്നാള് ആഘോഷിക്കുന്നതിനു വേണ്ടി ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും കോട്ടയത്തുമെല്ലാം അദ്ദേഹത്തിന്റെ വിശാലമായ ഫോട്ടോ പ്രദർശിപ്പിച്ച പോസ്റ്ററുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ധാരാളമായി. അങ്ങനെയുള്ള ബഹുമാന്യനായ പീലിപ്പോസ് മാർ ക്രിസ്തോസം വലിയ മെത്രാപ്പോലീത്ത മഹാനായ ഉസ്താദിന്റെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ വിമർശിക്കുമ്പോൾ നാം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം, ആരെയാണ് നാം വിമർശിക്കുന്നത്? അള്ളാഹു ഓർമ്മപ്പെടുത്തി, അള്ളാഹ് ആരോടൊപ്പമാണ്? തഖ്വയുള്ളവരോടൊപ്പമാണ്. പിന്നെ ആരോടൊപ്പമാണ്? നന്മ ചെയ്യുന്നവരോടൊപ്പമാണ് അള്ളാഹുള്ളത് എന്ന് പറയുമ്പോൾ എന്തിനാണ് നാം അസൂയപ്പെടേണ്ടത്? എന്തിനാണ് നാം ആവശ്യമില്ലാതെ വിമർശനങ്ങൾ അഴിച്ചുവിടുന്നത്? എന്തിനാണ് ആവശ്യമില്ലാതെ നമ്മൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ് നാം ആവശ്യമില്ലാതെ മറ്റു രൂപത്തിലുള്ള ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? നിങ്ങൾ ആലോചിക്ക്. ആ ബഹുമാന്യനായ ക്രിസ്തോസം വലിയ മെത്രാപ്പോലീത്ത പറഞ്ഞു, എനിക്ക് 95 വയസ്സായി, എന്തേ ഞാൻ മരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ മരിക്കാത്തത്? ദൈവം എന്തുകൊണ്ടാണ് എന്നെ മരിപ്പിക്കാത്തത്? 95 വയസ്സായിട്ടും ദൈവം എന്നെ എന്തുകൊണ്ടാണ് മരിപ്പിക്കാത്തത് എന്ന് ആ വലിയ മനുഷ്യൻ ആധ്യാത്മിക മേഖലകളിൽ ഒരുപാട് പടവുകൾ താണ്ടിക്കയറിയ, ആത്മീയ മേഖലകളിൽ ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച് ആ വലിയ മനുഷ്യൻ പറഞ്ഞു, മഹാനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്ര അത് സ്വീകരിക്കാനും കാണാനും ദൈവം എനിക്ക് ആയുസ്സ് തന്നതുകൊണ്ടാണ് ഞാൻ മരിക്കാതിരിക്കുന്നത്. അത് ഞാനൊരു ഭാഗ്യമായി കാണുന്നു എന്നാണ് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തിയത്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. കേരളത്തിൽ അള്ളാഹുവിന്റെ ദീനീ പ്രവർത്തനങ്ങൾ, പാവങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ, സാമൂഹ്യ മണ്ഡലങ്ങളിലേക്ക് ഇടപെടുന്ന പ്രവർത്തനങ്ങൾ, ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹു അവരോടൊപ്പം ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയതിന്റെ ചില തെളിവുകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ തലേ ദിവസം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലുള്ള സ്വീകരണ യോഗത്തില് ഇന്ന് കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി തന്നെ, കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞു, ഞാൻ കാന്തപുരത്തെ കൊല്ലങ്ങളായി കാണുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ മതപരമായ വിഷയങ്ങളിലും ഭൗതികമായ വിഷയങ്ങളിലും മിതത്വമുണ്ട്. അദ്ദേഹം വളരെ പക്വമായാണ് വിഷയങ്ങളിൽ ഇടപെടുന്നത്. അനാഥകളെ ധാരാളം സംരക്ഷിക്കുന്നുണ്ട്. അഗതികൾക്ക് വല്ലാതെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. കുടിവെള്ള വിഷയങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒരുപാട് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. കാശ്മീരിൽ വെടിയൊച്ചകൾ മാത്രം കേട്ടുവളർന്ന ആ കാശ്മീരിലുള്ള മക്കളെ അവിടുന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പാർപ്പിച്ച് അവർക്ക് മതപരമായ ഭൗതികമായ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാന്തപുരം കേരളത്തിന്റെ പിതാവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് ഓർമ്മപ്പെടുത്തിയത്. അദ്ദേഹം കേരളത്തിന്റെ പിതാവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ എത്ര ആളുകൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും? മഹാനായ കാന്തപുരം ഉസ്താദ് കേരളത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോ നാം ഓർക്കണം, അള്ളാഹുവിന്റെ ഔലിയാക്കള്, മഹാനായ CM വലിയുല്ലാഹിയെ പോലത്തെ പ്രഗത്ഭരായ ആളുകള്, മാലിക്കിയെ പോലത്തെ സയ്യിദ് അലവി മാലിക്കിയെ പോലത്തെ പ്രഗത്ഭരായ ആളുകള് പണ്ടേ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ മഹത്തുക്കളിൽപ്പെട്ട മഹാനാണ് കാന്തപുരം ഉസ്താദ് എന്ന്. അതിനേക്കാൾ വലിയ ഒരു സർട്ടിഫിക്കറ്റ് അല്ല ഇവരാരും കൊടുത്തത്. എങ്കിലും ഭൗതികമായ മേഖലകളിൽ ജീവിക്കുന്ന ആളുകളുടെ സപ്പോർട്ട് നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അത് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം ഞാനിവിടെ ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കുക, മഹാനായ കാന്തപുരം ഉസ്താദ് ഇവിടെ ഒരുപാട് ഇടപെടലുകൾ നടത്തിയത് കൊണ്ടാണ് മഹാനാകുന്നത്. കാർഗിൽ പ്രശ്നമുണ്ടായി, നിങ്ങൾക്കറിയുവോ? കാർഗിൽ പ്രശ്നം പാകിസ്ഥാനുമായുള്ള ചെറിയൊരു വിഷയം, അത് ആഭ്യന്തര വിഷയത്തിലേക്ക് വരെ വരാനിടയായി. യുദ്ധം വരുമോ എന്ന് വരെ ഭയപ്പെട്ടു. ചെറിയ മണ്ണ്, ചെറിയ സ്ഥലം പിടിച്ചെടുത്തു. ഇന്ത്യക്ക് അവകാശപ്പെട്ട മണ്ണ് പാകിസ്ഥാൻകാർ പിടിച്ചെടുത്തപ്പോ അതിന്റെ പേരിൽ വിവാദങ്ങളും ആഭ്യന്തര വിഷയങ്ങളും ഉണ്ടായപ്പോ കേരളത്തിന്
ഒരാളും പ്രതികരിക്കുന്നതിന്റെ മുമ്പ് മഹാനായ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, പാകിസ്ഥാനിലുള്ള മതപരമായ വിഷയങ്ങളിൽ ഇടപെടുന്ന മുല്ലമാരെ വിളിച്ചു പറഞ്ഞു, ഔദ്യോഗികമായി തന്നെ കമ്പി സന്ദേശമയച്ച് ടെലിഫോണിലൂടെ പറഞ്ഞു, ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്റെ ഒരു തുണ്ടു മണ്ണ് നിങ്ങൾ പിടിച്ചെടുത്താൽ അത് ഹറാമാണ്, ഒരിക്കലും അത് ഇസ്ലാം അംഗീകരിക്കില്ല, അതിനുള്ള നിസ്കാരവും ശരിയാവുകയില്ല, ആകയാൽ ആ പണിയിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്ന് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പ്രതികരിച്ച പണ്ഡിതൻ മഹാനായ കാന്തപുരം ഉസ്താദ് അവറുകളാണ്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കുന്ന വിഷയം വന്നിട്ടുണ്ട്. 992 കാലഘട്ടങ്ങളില് 400 കൊല്ലക്കാലം അള്ളാഹുവിന്റെ ബാങ്കുവിളി മുഖരിതമായ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങിയ ആ ബാബരി മസ്ജിദ് എത്രയും പെട്ടെന്ന് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നു തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും. പക്ഷേ അതിന്റെ മോചനത്തിനു വേണ്ടി സ്വതന്ത്ര ഭാരതത്തില് ജനാധിപത്യ മതേതരത്വ രാഷ്ട്രത്തില് നമുക്ക് അംഗീകരിക്കപ്പെട്ട ആ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കാൻ വടക്കേ ഇന്ത്യയിലുള്ള ഒരു വിഭാഗം ആളുകൾ പറഞ്ഞപ്പോ അതിന്റെ കടുത്ത ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ, അതിന്റെ പേരിൽ വരാനിരിക്കുന്ന ഭീകരമായ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിയ കാന്തപുരം ഉസ്താദ് അതിൽ ഇടപെട്ടുകൊണ്ട് അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല, അതുകൊണ്ട് മുസ്ലിമീങ്ങളെ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോ പലർക്കും ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നീട് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുകളിൽ അവർ സന്തോഷവാന്മാരാവുകയാണ് ചെയ്തത്. മഹാനായ കാന്തപുരം ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ ഓർക്കുക, ഇങ്ങനെ എത്ര 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 ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. അള്ളാഹു തന്ന അനുഗ്രഹമായ ആയുസ് അള്ളാഹു അത് നീട്ടിക്കൊടുക്കട്ടെ, ആരോഗ്യം സന്തോഷമാക്കി കൊടുക്കട്ടെ. ഈ ആരോഗ്യവും ഈ ആയുസ്സും ഉപയോഗിച്ചുകൊണ്ട് ഇതാ കേരളത്തിലുള്ള മനുഷ്യര് അധർമ്മത്തിലേക്ക് കൂപ്പുകുത്തി പോകുന്നു. അതിൽ ചില ആളുകള് അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോ അവരെയൊക്കെ നന്മയുടെ വഴിയിലേക്ക്, നന്മയുടെ വഴിത്താരയിലേക്ക് തിരിച്ചു വിളിക്കാൻ മഹാരാജ കാന്തപുരം യാത്ര നടത്തുമ്പോ ആ യാത്രയുടെ ഇടയിൽ മർക്കസിൽ ഇരിക്കുമ്പോ അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് 100 പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ മർക്കസിലേക്ക് വരുന്നത്. ഒരു യാത്ര ഉദ്ദേശിച്ച് യാത്രക്കിറങ്ങിയപ്പോഴോ അവിടെയും വരുന്നു ഒരുപാട് ആളുകള്, ഒരുപാട് പ്രശ്ന പരിഹാരത്തിനു വേണ്ടി. അങ്ങനെ മഹാനായ കാന്തപുരം ഉസ്താദ് യാത്ര ചെയ്യുന്ന വേളയിൽ അതാ ഒരു വിഭാഗം ആളുകള് കേരളത്തിൽ നടത്തുന്ന വൃദ്ധസദനത്തില് ഒന്ന് കയറണം, നിങ്ങൾ ആ സ്ഥാപനത്തിലൊന്ന് കയറി ഞങ്ങൾക്കൊരു പുണ്യം നൽകണമെന്ന് പറഞ്ഞ് മഹാനായ കാന്തപുരം ഉസ്താദിനെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ മഹാനായ ഉസ്താദ് അവറുകള് ശക്തമായ ഭാഷയില് പ്രതികരിക്കുന്ന ഒരു വിഷയമാണ് വൃദ്ധസദനം. ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 300-ലധികം സ്ഥാപനങ്ങള് ഔദ്യോഗികമായി നമ്മുടെ കേരളക്കരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ജന്മം നൽകിയ വാപ്പയെയും ഉമ്മയെയും, ജന്മം നൽകിയ അച്ഛനെയും അമ്മയെയും വേസ്റ്റായി കണ്ടുകൊണ്ട് അവരെ ഡിസ്പോസിബിൾ സാധനങ്ങൾ തള്ളുന്നത് പോലെ, ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ വലിച്ചെറിയുന്നത് പോലെ മാതാപിതാക്കൾ വയസ്സായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സംസ്കാരം. ആ സംസ്കാരത്തിന്റെ പേരില് 300-ലധികം അംഗീകരിക്കപ്പെട്ട സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാതെ നിർവാഹമില്ല. ഏതായാലും അവിടെ ഓർക്കണം, അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അവനോട് നിങ്ങൾ പങ്കുകാരെ ചേർക്കരുത്. പിന്നീട് അള്ളാഹ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. ആ മാതാപിതാക്കളിൽ രണ്ടിൽ ഒരാളോ രണ്ടുപേരോ വാർദ്ധക്യ സഹജമായ രോഗം ബാധിച്ച് നിന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നാൽ, നിന്റെ കാൽച്ചുവട്ടിൽ വന്നാൽ, നിന്നെ ശരണം പ്രാപിച്ചു വന്നാൽ എന്ന വാക്ക് പോലും നീ പറയരുത്, എന്ന് പോലും നീ പറയരുത് അവരോട്. അവരെ നീ ശകാരിക്കുകയും അരുത്. അവർ രണ്ടുപേരോടും നന്മയുടെ വാക്കുകൾ നീ ഓർമ്മപ്പെടുത്താൻ പഠിപ്പിച്ച വിശുദ്ധമായ ഇസ്ലാമിന്റെ വ്യക്തികൾ ഒരു ഭാഗത്ത് മാതാപിതാക്കളെ തള്ളിക്കളയുന്നു. അമുസ്ലിങ്ങളും നല്ലൊരു ശതമാനം മാതാപിതാക്കളെ തള്ളിക്കളയുന്നു.
നല്ല ഉദ്യോഗസ്ഥന്മാര്, സാമ്പത്തിക ത്രാണിയുള്ളവര്, ശേഷിയും ശേംഷിയുമുള്ളവര്, കഴിവും മിഴിവുമുള്ളവര്, സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ വലിച്ചെറിയുന്ന ആളുകൾ എത്രയോ ഇവിടെ ഉണ്ട്. മഹാനായ കാന്തപുരം അവിടെ മാനുഷാത പാടുന്നു. അരുതരുത്, അരുതരുത് സഹോദരാ, നീ ചെയ്യരുത്. നിന്റെ കർമ്മങ്ങൾക്കും നിന്റെ ചിന്തകൾക്കും നിന്റെ കണ്ണുകൾക്കും നിന്റെ ചെവികൾക്കും നിന്റെ കർമ്മങ്ങൾക്കും അള്ളാഹു എന്ന പരാശക്തിയുടെ മുമ്പില് മറുപടി പറയേണ്ട ഒരു നാൾ നിനക്ക് വരാനുണ്ട്. അതുകൊണ്ട് നീ അത് ചെയ്യരുത് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ, ആ പ്രിയപ്പെട്ട ജനനേതാവിനെ, സഹോദരന്മാരെ, ഇത്തരത്തിൽ സമൂഹത്തെ ഉദ്ധരിക്കാനിറങ്ങിയ മഹാനുഭാവനെ നാം എത്ര കണ്ട് സ്നേഹിച്ചാലും മതിയാകുമോ? അദ്ദേഹത്തിന്റെ പിന്നിൽ എത്ര കണ്ട് പ്രവർത്തനത്തിൽ നമ്മെ കൊണ്ടാവുന്നത് ചെയ്യാൻ കഴിയുമോ? അത് ചെയ്യലല്ലേ നമ്മുടെ ബാധ്യത? അതിനല്ലേ ജഗദീശ്വരൻ നമുക്ക് കഴിവും ശേഷിയും ആരോഗ്യവും നൽകിയിട്ടുള്ളത്? എന്തുകൊണ്ട് നാം ഇത് മനസ്സിലാക്കുന്നില്ല? നിങ്ങൾ അറിയണം, ഈ അടുത്ത ദിവസം നമ്മുടെ മുസ്ലിം തറവാട്ടിൽ പിറന്ന 2-3 മക്കള് വളരെ ജോലിക്കാരായുള്ള ഒരു കുടുംബത്തിലെ വാപ്പയെ, ആ വാപ്പയെ അവർക്ക് വേണ്ട. വാപ്പയുടെ പ്രവർത്തനങ്ങളും ആ വാപ്പയുടെ ശൈലിയും ശരിയല്ല എന്ന് മനസ്സിലാക്കി ആ വാപ്പയെ കൊണ്ടുപോയി വിദൂരദേശമായ നമ്മുടെ തമിഴ്നാട്ടിലെ ദർഗാ ഷരീഫ് നിൽക്കുന്ന ഏർവാടിയിൽ കൊണ്ടുപോയി തള്ളി. ഏർവാടിയിൽ കൊണ്ടുപോയി വാപ്പയോട് പറഞ്ഞു, ഇപ്പൊ വരാം. അല്പം മാറി നിന്ന് വാപ്പ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു മകനെയും കാത്തിരുന്നു. വാപ്പ വരുമോ? അനുഭവമാണ് ഈ പറയുന്നത്. വാപ്പ വരുമോ? ഇല്ല. ദിവസങ്ങൾ കാത്തിരുന്നു, വന്നില്ല. ആഴ്ചകൾ കാത്തിരുന്നു, വന്നില്ല. അവസാനം ആ നാട്ടിൽ നിന്നുള്ള ചില ആളുകൾ ഏർവാടിയിൽ സിയാറത്തിന് ചെല്ലുമ്പോ അവർക്ക് മനസ്സിലായി, ഈ നിൽക്കുന്നയാള് ഞങ്ങളുടെ ഇന്ന തറവാട്ടിലെ ഇന്ന മക്കളുടെ ബാപ്പയല്ലേ. അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ നാട്ടുകാരെ. അവരുടെ വാഹനത്തിന് വരാമെന്ന് പറഞ്ഞെങ്കിലും അവർ കൂട്ടാക്കിയില്ല. കാരണം ഇദ്ദേഹത്തെയും കൂട്ടി നാട്ടിലേക്ക് ചെന്നാൽ അവര് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ? അതുകൊണ്ട് വഴിയൊക്കെ എഴുതി കൊടുത്ത് എത്താനുള്ള പൈസയും അദ്ദേഹത്തിന് കൊടുത്ത് അവർ പിരിഞ്ഞു പോരുന്നു. 2 നാളുകൾക്ക് ശേഷം ഈ ബാപ്പ വീട്ടിലെത്തുന്നു. കഴിഞ്ഞില്ല സഹോദര, നമ്മുടെ കേരളത്തില്, സാംസ്കാരിക കേരളത്തില്, വൈജ്ഞാനിക തറവാടായ മുസ്ലിങ്ങളുടെ തറവാട്ടില് പിറന്ന ഒരു വാപ്പയുടെ കഥയാണ്. അങ്ങനെ തിരിച്ചു വന്ന വാപ്പയെ ഈ മക്കൾ എന്തു ചെയ്തു എന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. ഇനി ഏർവാടിയിൽ ചെന്നാൽ ആരെങ്കിലും ഇങ്ങനെ രക്ഷപ്പെടുത്തിയാലോ, മുത്തുപ്പേട്ടയിൽ രക്ഷപ്പെടുത്തിയാലോ, അജ്മീറിൽ രക്ഷപ്പെടുത്തിയാലോ എന്ന് വിചാരിച്ച്, ഇനി രക്ഷപ്പെടുത്തണ്ട എന്ന് വിചാരിച്ച് ആ ജന്മം കൊടുത്ത പിതാവിനെ കാറിൽ കയറ്റി വിദൂര സ്ഥലത്തേക്ക് യാത്ര പോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ വാപ്പയുടെ വലിയ ഒരങ്ങാടിയിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഇപ്പൊ വരാം വാപ്പ എന്ന് പറഞ്ഞ് ആ പൊന്നാര മക്കള് വണ്ടി വിട്ടു പോന്നിരിക്കുകയാണ്. ആ ബാപ്പ മരിച്ചോ ജീവിച്ചോ അല്ലാഹു അഅലം. ആ വാപ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അല്ലാഹു അഅലം. ഇത് നമ്മുടെ കേരളത്തില് ഏറ്റവും അവസാനത്തെ എന്റെ അറിവിലെ ഒരു ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയത്. ഇങ്ങനെയുള്ള വൃദ്ധസദനങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്. അതിലൊരു വൃദ്ധസദനത്തിലേക്ക് ഈ യാത്രയുടെ ഇടയിൽ കാന്തപുരം ഉസ്താദ് അതിന് സമയം കാണുന്നു, ചെല്ലുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു അമുസ്ലിം സഹോദരൻ ഉസ്താദിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമുണ്ട്. ഇവിടെ വെള്ളം സുഗമമായി ലഭിക്കുന്നതിന് ഒരു കിണർ കുഴിച്ചു തരാൻ അങ്ങയുടെ ഭാഗത്ത് നിന്ന് കനിവുണ്ടാവണം. കേട്ട മാത്രയിൽ മഹാനായ കാന്തപുരം ഉസ്താദ് ആ വിഷയം ഏറ്റെടുത്തു. ബാങ്കിൽ ഡെപ്പോസിറ്റുകൾ കുമിഞ്ഞുകൂടിയത് കൊണ്ടല്ല, പിന്നെയോ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ കൊടുക്കുമെന്ന് ഉറപ്പുള്ള ഒരു വിഭാഗം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും കേരളത്തിലുമെല്ലാം ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിൽ തവക്കുലാക്കി മഹാനായ കാന്തപുരം ഉസ്താദ് ഏറ്റെടുക്കുമ്പോ മണിക്കൂറുകൾക്ക് ശേഷം ഈ പ്രവർത്തനം കണ്ട് ലൈവായി കണ്ട പ്രവർത്തകരെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ, ആ ഏറ്റെടുത്ത കിണറിന്റെ പൈസ ഞങ്ങൾ തരും. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ അള്ളാഹുവിന്റെ ദീനീ പ്രവർത്തനങ്ങൾ ആ നിലക്ക് ആസ്വദിക്കുകയും കാണുകയും സഹകരിക്കുകയും ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലുള്ള എത്രയോ മുത്തുമുഅ്മിനീങ്ങള് അവരുടെ ഹൃദയങ്ങൾ വിശാലമാണ്, അവരുടെ ആഗ്രഹങ്ങൾ വിശാലമാണ്. പക്ഷേ സാമ്പത്തികം പലപ്പോഴും ശുഷ്കമാണ്. എങ്കിലും അതിൽ നിന്ന് ഈ അളവറ്റ സഹായങ്ങൾ ചെയ്യുമ്പോ അർഹമുർ റഹീമായ റബ്ബേ, നിന്റെ ഖജനാവ് വിശാലമാണ്, അവർക്ക് നീ ഔദാര്യമാക്കണമെന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. കേരള ഗവൺമെന്റിനോട് കാന്തപുരം ഉസ്താദ് പറയുന്നു, ജലനയം ഉണ്ടാക്കണം കേരളത്തില്. ഇതൊക്കെ പറയുമ്പോ ഇന്നലെ വരെ ചൊറുകുത്തി നിന്നിരുന്ന ആളുകൾ അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ?
കാര്യമുണ്ടോ? പ്രസവിച്ച പെണ്ണ് നെയ്യും ചോറും തിന്നുമ്പോ പ്രസവിക്കാൻ കഴിയാത്ത മച്ചിപ്പെണ്ണുങ്ങള് അതിന്റെ പേരിൽ കലമുടച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ഇറങ്ങുക. കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ വലുത് മറ്റൊരാൾ ചെയ്യുമ്പോ അദ്ദേഹം വലുതാകും, കാന്തപുരം ചെറുതാകും. എന്തേ മനസ്സിലായോ പറഞ്ഞത്? കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ വലുത് മറ്റൊരാൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റു സംഘടനകൾ ചെയ്യുക. അപ്പോൾ അവർ വലുതാകും, കാന്തപുരം ചെറുതാകും. അങ്ങനെ ചെറുതാക്കാൻ നോക്കുക. അതല്ലാതെ അള്ളാഹുവിന്റെ ദീനീ പ്രബോധനങ്ങളിൽ വ്യാപൃതരായി വയസ്സ് എത്രയോ ആയി, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിന് താഴെ, ഈ അനന്തമായ ആകാശത്തിന് താഴെ താമസിക്കുന്ന ആ മഹാനുഭാവനെ കണ്ട് മനസ്സിലാക്കിയ ആളുകൾ പ്രാർത്ഥനകളിൽ ആ വിഷയം ഉൾപ്പെടുത്തുന്നു. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ആരോഗ്യം കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് തകർക്കാൻ ശ്രമിക്കരുത്. അതിന് നേരെ കല്ലെറിയരുത്. ആ കല്ല് വന്ന് കൊള്ളുന്നത് ഒരാളുടെ കണ്ണിൽ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ കാഴ്ചയാണ് ആ ഏറുകൾ മുഖേന നഷ്ടപ്പെടുന്നതെന്ന ഓർമ്മ, തിരിച്ചറിവ് അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ കേരള യാത്രയിൽ തന്നെ എത്രയെത്ര ആളുകൾക്കാണ് കിഡ്നിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഈ യാത്രയിൽ സഹായം ചെയ്തത്. അതേപോലെ ഒന്നിലധികം ആംബുലൻസുകൾ, അടിയന്തരമായ സഹായത്തിനു വേണ്ടി ഒന്നിലധികം ആംബുലൻസുകൾ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട്. 10ലധികം സഹോദരിമാരെ ഈ ഒരൊറ്റ യാത്രയുടെ ഇടയിൽ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരൊറ്റ യാത്രയുടെ ഇടയിൽ ഇങ്ങനെ എത്രയെത്ര വിഷയങ്ങള് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തന മേഖലയിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മൗനമായിരിക്കുമ്പോഴും എല്ലാം അത് ദീനിന് ഗുണകരമാകുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളായി മാറുകയാണ്. മൗനമായിരുന്നാലും അത് ഗുണകരമാകുമോ? ആകും. നമ്മുടെ പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, അവിടുത്തെ ശിരോരോമത്തെ കുറിച്ച്, അവിടുത്തെ ഷഅർ മുബാറക്കിനെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തിയപ്പോ ഒരൊറ്റ വാക്കില് മഹാനായ കാന്തപുരം ഉസ്താദ് അതിന് മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരൊറ്റ വാക്കിൽ. ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോഴോ പലർക്കും ബേജാറുണ്ടായി, എന്തുകൊണ്ടായി ഇനി പ്രതികരിക്കാത്തത്, ഇത്രയും പറഞ്ഞാൽ മതിയോന്ന്. അൽഹംദുലില്ലാഹ് 30 നാളുകൾ അങ്ങ് കഴിഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകന്റെ കേരളത്തിലെ ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന ബഹുമാന്യനായ EMS നമ്പൂതിരിപ്പാട്, അദ്ദേഹം കേരള ചരിത്രത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ആകാശമാകുന്ന മേൽക്കൂരക്കു താഴെ ഭൂമിയാകുന്ന ഈ ഭവനത്തിലെ അഥവാ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ മാർക്സിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിലാണ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിലാണ് 957 കാലഘട്ടങ്ങളിലെ. ആ സമയത്ത് ധീരനായി നിന്ന, വീരനായി നിന്ന EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്ന മുണ്ടും ഷർട്ടും, ആദ്യ ഗവൺമെന്റ് പാസ്സാകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട EMS നമ്പൂതിരിപ്പാട് ഉപയോഗിച്ചിരുന്ന മുണ്ടും ഷർട്ടും കൊല്ലങ്ങൾ 19 കഴിഞ്ഞപ്പോ ഈ കഴിഞ്ഞ ഏപ്രിൽ ആദ്യ വാരത്തില് ആ മഹത്തായ ജനാധിപത്യ ഗവൺമെന്റിന്റെ അനുസ്മരണം നടക്കുന്ന 55ാം അനുസ്മരണം നടക്കുന്ന വേളയിൽ അതാ വീട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ബഹുമാന്യനായ EMS നമ്പൂതിരിപ്പാടിന്റെ 55 കൊല്ലം മുമ്പുള്ള മുണ്ടും ഷർട്ടും. അത് ബോഡി വേസ്റ്റ് അല്ല എന്നർത്ഥം. EMS നമ്പൂതിരിപ്പാടിന്റെ മുണ്ടും ഷർട്ടും വേസ്റ്റ് ആണെങ്കിൽ എന്നോ അത് പോകേണ്ടതാ. അപ്പൊ പവിത്രമായി കുടുംബാദികളെ അത് കാത്തു സൂക്ഷിച്ചിരിക്കുന്നു, അത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. നമ്മൾ എന്തിനാ പിന്നെ മറുപടി പറയുന്നത്? അപ്പൊ മഹാനായ കാന്തപുരം ഉസ്താദ് ആ വിഷയത്തിലെടുത്ത മൗനം അത് വാചാലമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ മൗനം വാചാലമാണ് പലപ്പോഴും. അതിന് മറുപടി പിന്നാലെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ വ്യക്തിയെ കുറിച്ച് പഠിക്കുക, ആ മഹത്വങ്ങളെ കുറിച്ച് പഠിക്കുക. മഹാനായ കാന്തപുരം ഉസ്താദ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി, ജലനയം കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജലം ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ആഭ്യന്തര വിഷയങ്ങളിലൊക്കെ, ഇത്തരം വലിയ വലിയ വിഷയങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ഇടപെടുന്നുണ്ട്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അറിയണം. എന്താണ് ജലനയം? ലോകത്ത് വെള്ളമില്ലാതെ ഒന്നും നടക്കില്ല. സുബ്ഹാനല്ലാഹ്, വെള്ളമില്ലാതെ ഒന്നും ലോകത്ത് നടക്കില്ലല്ലോ. ആ വെള്ളത്തിൽ നിന്നാണ് മനുഷ്യരെയും ജീവജാലങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും ഉത്ഭവം ജലത്തിൽ നിന്നാണ്.
ജലമില്ലാതെ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ന് മനുഷ്യൻ നടത്തുന്ന ആക്രമണങ്ങൾ, മനുഷ്യൻ മനുഷ്യനോട് മാത്രമല്ല, മനുഷ്യൻ ജന്തുക്കളോട് മാത്രമല്ല, മനുഷ്യൻ സസ്യങ്ങളോടും വനമേഖലകളോടും മാത്രമല്ല, മനുഷ്യൻ പ്രകൃതിയോട് വരെ അക്രമം കാണിക്കുന്ന കാലത്ത് മഹാനായ കാന്തപുരം ഉസ്താദിന് പള്ളിയുടെ 4 മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല. പൂർവകാല സൂരികളായ ആളുകള്, പൂർവകാല ചരിത്രത്തിന്റെ വ്യക്തികള്, ശ്രീനാരായണ ഗുരുവിനെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെ ഒരുപാട് നേതാക്കൾ അനിവാര്യമായ സമയങ്ങളിൽ റോഡുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, മനുഷ്യ മനസാക്ഷികളെ വിളിച്ചുണർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അനിവാര്യമായ പല വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ജലം. അതിന്റെ ദൗർലഭ്യം കൊണ്ട് മനുഷ്യൻ പൊറുതിമുട്ടുകയാണ്. അതുകൊണ്ടാണ് ആ സഹോദരൻ വൃദ്ധസനത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് വെള്ളമില്ല. ഇതൊരാളുടെ മാത്രം ആകുലതയല്ല, വ്യാകുലതയല്ല. കേരളത്തിൽ ധാരാളം വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, 2050 ആകുമ്പോഴേക്ക് ലോകത്തിൽ വെള്ളമില്ലാത്തതിന്റെ പേരിൽ യുദ്ധങ്ങൾ വരെ ഉണ്ടാകും. വെള്ളമില്ലാത്തതിന്റെ പേരിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇന്ത്യയും ബർമയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ പല രാജ്യങ്ങളും വെള്ളമില്ലാത്തതിന്റെ പേരിൽ വെള്ളത്തിന് വേണ്ടി സമരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആധുനിക കണക്കുകൾ പറയുന്നത് 2050 ആകുമ്പോഴേക്ക് ഒരുപാട് രാജ്യങ്ങൾ വെള്ളത്തിന്റെ പേരിൽ യുദ്ധങ്ങൾ വരെ ഉണ്ടാക്കാൻ പ്രശ്ന സങ്കീർണമായ വിഷയമായി വരും. അതിൽ മുഖ്യധാരയിൽ ഉണ്ടാകും നമ്മുടെ രാജ്യമായ ഇന്ത്യയും. മഹാനായ കാന്തപുരം ഉസ്താദ് റോഡിൽ തെരുവുകളിൽ ഇറങ്ങി സമൂഹത്തെ ഉദ്ധരിക്കുന്നത് എന്താ? ഒരു മനുഷ്യന് ശരാശരി ഒരു ദിവസത്തെ ജീവിതത്തിന്, ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ആഹാരത്തിന് 3000 ലിറ്റർ വെള്ളം വേണമെന്നാണ് ഔദ്യോഗിക കണക്ക്. 3000 ലിറ്റർ വെള്ളം കൊണ്ടാണ് ഒരു മനുഷ്യന്റെ ശരാശരി ഒരു ദിവസത്തെ ഭക്ഷണം ഉണ്ടാകുന്നത്. ഒരു കിലോ ഗോതമ്പ് അത് പരുവമായി എടുക്കുമ്പോൾ 1500 ലിറ്റർ വെള്ളം വേണം. 1 കിലോ പോത്തിറച്ചി നമ്മുടെ മുമ്പിൽ വരുമ്പോ നാം അറിയുന്നില്ല. ആ 1 കിലോ പോത്തിറച്ചിയായി വരാൻ 15000 ലിറ്റർ വെള്ളം വേണം. നാം ദിനേന ചായ കുടിച്ചിട്ട് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. 1 കിലോ ന്യൂസ് പേപ്പറിന് 900 ലിറ്റർ വെള്ളം അനിവാര്യമായി വരുന്നു എന്നാണ് കണക്ക്. നാം എല്ലാവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരാണ്. ഇന്ന് അതില്ലാത്ത വീടുകളില്ല. ഒരു കമ്പ്യൂട്ടറായി വരണമെങ്കിൽ 30,000 ലിറ്റർ വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അതിന്റെ ഓരോ സാങ്കേതിക സംഗതികളും ഉണ്ടാക്കുന്നതിന് 30,000 ലിറ്റർ വെള്ളത്തിന്റെ ആവശ്യമുണ്ടെന്നാണ് കണക്ക്. പെരവാർക്കണം 1 കിലോ കമ്പി വേണമെങ്കിൽ 190 ലിറ്റർ വെള്ളം വേണമെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഇങ്ങനെ വെള്ളമില്ലാതെ ലോകത്തനങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പടച്ചതമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിച്ചു മനുഷ്യരാശിയെ. അവർക്ക് ആവശ്യമായ വെള്ളത്തിന്റെ സ്രോതസ്സുകളെയും അല്ലാഹു നിർമ്മിച്ചു. അതിൽപ്പെട്ട സ്രോതസ്സുകളാണ് വയലുകള്. നാം വെട്ടിനിരത്തി കളഞ്ഞു. ചെറിയ ചെറിയ തോടുകൾ, താഴ്ന്ന പ്രദേശങ്ങൾ, കിണറുകൾ, വരമ്പുകൾ, കാടുകൾ, മേടുകൾ, അവകളിൽ നിന്നെല്ലാം വെള്ളത്തിന്റെ സ്രോതസ്സുകൾ അവയുമായി വലിയ ബന്ധമുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളെയെല്ലാം നാം തകർത്ത് തരിപ്പണമാക്കി അവിടെയെല്ലാം കരഭൂമികളാക്കി പതിച്ചെടുത്ത്, അത് ഗവൺമെന്റിനെയൊക്കെ സ്വാധീനിച്ചു പതിച്ചെടുത്ത് അവിടെയെല്ലാം വലിയ വലിയ ഫ്ളാറ്റുകൾ കെട്ടി ആ ഫ്ളാറ്റ് സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, സ്വമേധയാ ഉണ്ടാവേണ്ട ജലവൈദ്യുത റീചാർജിംഗ് സംവിധാനത്തിന് ഇവകളെയെല്ലാം നശിപ്പിക്കുക വഴി ക്രമാതീതമായി ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോ വെള്ളം നമുക്ക് ലഭിക്കാതെ വരുന്നു. കൃത്യമായി പറഞ്ഞാൽ 1970 കാലഘട്ടങ്ങളില് ഔദ്യോഗിക കണക്കനുസരിച്ച് 8.74 ലക്ഷം ഹെക്ടർ പാടശേഖരം ഉണ്ടായിരുന്നു കേരളത്തില്. നമ്മുടെ ഈ ചെറിയ കേരളത്തില്, ദൈവത്തിന്റെ മണ്ണില് ഇത്രയും വലിയ പാടശേഖരം ഉണ്ടായിരുന്ന 8.74 എന്ന് പറയുമ്പോ 8.74 ലക്ഷം ഹെക്ടർ ഭൂമി, താഴ്ന്ന പ്രദേശം, വയലുകൾ ഉണ്ടായിരുന്നു. എങ്കിൽ ഇന്ന് 2004 അതിന്റെ കഥ എത്രയെന്നറിയുവോ? വെറും 2 കോടിയായി. 2,08,00,000 ചുരുങ്ങിപ്പോയി. 8 കോടി ഉണ്ടായിരുന്നത് 2 കോടിയിലേക്ക് താഴ്ന്നു എന്ന്. എവിടെ പോയി ആ താഴ്ന്ന പ്രദേശങ്ങൾ? എവിടെ പോയി ആ ചെറിയ ചതുപ്പ് നിലങ്ങൾ? പാടശേഖരങ്ങൾ എങ്ങോട്ട് പോയി? അറ്റ്ലാന്റിക് സമുദ്രം വന്ന് എടുത്തുകൊണ്ട് പോയതല്ല, ആകാശങ്ങളിലേക്ക് ഉൾവലിഞ്ഞതുമല്ല. പിന്നെയോ അതെല്ലാം നാം മണ്ണിട്ടു നികത്തി. മാഫിയ സംഘങ്ങൾ
ആ ഭൂമിയെല്ലാം മാഫിയ സംഘങ്ങൾ കൈയടക്കി അവിടെയെല്ലാം ഫ്ളാറ്റുകളും റിസോർട്ടുകളും ഉണ്ടാക്കി നമുക്ക് സുഖിക്കണം, നമ്മുടെ കുടുംബത്തിന് സുഖിക്കണം, നമ്മുടെ മക്കൾക്ക് സുഖിക്കണം, മറ്റുള്ളവരെ എല്ലാം നശിപ്പിക്കണമെന്ന അവനവന്റെ ചിന്ത അങ്ങ് വന്നപ്പോ, അഥവാ പ്രകൃതിയെ തന്നെ നാം കൈവച്ചപ്പോ അള്ളാഹു പറഞ്ഞു ആദരിക്കണം നിങ്ങൾ ഭൂമിയെ, ആദരിക്കണം നിങ്ങൾ ഭൂമിയെ. ഹിന്ദു സഹോദരങ്ങൾ പറഞ്ഞു ഭാരതത്തെ ആദരിക്കണം, ഭാരതം അമ്മയാന്ന്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഫഇന്നഹാ ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. അത് ഇന്ത്യ എന്ന ഭൂമി മാത്രമല്ല, ഈ ഭൂമി മുഴുവൻ നിങ്ങളുടെ മാതാവാണ്, ആദരിക്കണം എന്ന് പറഞ്ഞു. വലാ തുഫ്സിദു ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹാ, അല്ലാഹു അതിനെ നന്നാക്കിയിട്ടുണ്ട്. അതിന്റെ സംവിധാനങ്ങൾ, പുഴ വേണ്ടെടുത്തു പുഴ, തോട് വേണ്ടെടുത്തു തോട്, ചതുപ്പ് നിലങ്ങൾ വേണ്ടെടുത്ത് അങ്ങനെ, പാടശേഖരങ്ങൾ വേണ്ടെടുത്ത് അങ്ങനെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അല്ലാഹു സംവിധാനിച്ചതിനെ നിങ്ങൾ അതിൽ ഫസാദ് ഉണ്ടാക്കരുത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകൊണ്ട് പ്രവർത്തിച്ച ബുദ്ധിമുട്ട് കൊണ്ടല്ലേ കരയിലും കടലിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ജലമില്ല, വെള്ളം വേണം, വെള്ളം വേണമെന്ന് നാം വാവിട്ട് നിലവിളിക്കുമ്പോ ഭൂമിയുടെ അടിയിലുള്ള ഭൂഗർഭ ജലത്തിന്റെ സംവിധാനങ്ങളിലേക്ക്, ഭൂഗർഭ ജലത്തിലേക്ക് ആ ഉറവകൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് മലകളുള്ളത്, കാടുകളുള്ളത്. ആ മലകളും കാടുകളും കുന്നുകളും കാവുകളുമെല്ലാം തട്ടി തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഇപ്പോൾ ഈ വെള്ള ദൗർലഭ്യം. അതിന്റെ പേരിൽ യുദ്ധങ്ങൾ വരെ വരാം, അന്തർ സംസ്ഥാന നദീതലം പങ്കുവെക്കലുമായുള്ള ചർച്ചകൾ വരെ, സമരങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളവും തമിഴ്നാടും തമ്മിലൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ ആഭ്യന്തര വിഷയത്തിലും മഹാനായ കാന്തപുരം ഉസ്താദ് ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ കക്ഷികളോട്, ഭരിക്കുന്ന ഭരണാധികാരികളോട് കേരളത്തിൽ ഒരു ജലനയം വേണം. ഇങ്ങനെ കൈവച്ചുകൊണ്ട് ഭൂമിയെ ആക്രമിച്ചുകൊണ്ട് ഈ ജലങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന, ജലസംഭരണികളെ നശിപ്പിക്കുന്ന ഈ ഭൂമാഭികൾക്കെതിരെ കർശനമായ നിയമം കൊണ്ടുവന്ന് മനുഷ്യരും ജന്തുജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ആ കുടിവെള്ളത്തിന്റെ സംരക്ഷണം, ആ സംരക്ഷണത്തിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം, ഒപ്പം ഗവൺമെന്റ് ശ്രദ്ധിക്കണമെന്ന് മഹാനായ കാന്തപുരം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണങ്ങൾ. അദ്ദേഹം ഇറങ്ങിച്ചെല്ലാത്ത ഏതെങ്കിലും മേഖലകളുണ്ടോ, വാതിലുകളുണ്ടോ? അതുകൊണ്ടല്ലേ കാരന്തൂരിന്റെ കേരവൃക്ഷങ്ങൾക്കിടയിലേക്ക് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി വരെ വരാൻ മാത്രം അദ്ദേഹത്തിന്റെ പ്രവർത്തനം ശ്ലാഘിക്കപ്പെട്ടതുകൊണ്ടല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ കാരന്തൂരിന്റെ കേരവൃക്ഷങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്ന മർക്കസ് എന്ന ആ മഹത്തായ മലർവാടിയിലേക്ക് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിമാർ വരെ കടന്നു വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ജനം കാണുന്നുണ്ട്, അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കുന്നുണ്ട് അത് എന്നതിന്റെ തെളിവാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇവിടെ മത്സരം നടക്കുന്നുണ്ട്, വർഗീയത നടക്കുന്നുണ്ട്, സമരങ്ങൾ നടക്കുന്നുണ്ട്. ആ സമരങ്ങളിൽ നിരവധി ആളുകൾ മരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് നമുക്കറിയാവുന്ന കണ്ണൂർ. ഇക്കഴിഞ്ഞ യാത്രയിലെ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ യാത്ര മട്ടന്നൂരിലെത്തുമ്പോ സുബ്ഹാനല്ലാഹ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് എന്താണ്? രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരില് രണ്ട് ധ്രുവങ്ങളിൽ വർഷങ്ങളായി നിൽക്കുന്ന രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് കോൺഗ്രസിന്റെ സുധാകരൻ, അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജയരാജൻ, ഇവർ രണ്ടുപേരും ഒന്നിച്ചു ഒരേ സ്റ്റേജിൽ ഇരിക്കുന്നു. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ മുമ്പിൽ അവര് പ്രസംഗിക്കുന്നത് എന്താ? ഞങ്ങൾ വർഷങ്ങളായി വൈരികളാണ്, ഞങ്ങൾ വർഷങ്ങളായി ഇങ്ങനെ സൗഹൃദത്തിൽ ഇരിക്കാറില്ല. നിങ്ങൾ കാന്തപുരം ഇവിടെ ഉയർത്തിപ്പിടിച്ച ആ മഹത്തായ പ്രമേയവും ആ പ്രമേയത്തോടൊപ്പം നിങ്ങളുടെ വ്യക്തിത്വവും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇതാ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രയാണ്? പ്രിയമുള്ള സഹോദരങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രയാണ്? അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കള് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഈ യാത്ര എത്തുന്ന സന്ദർഭത്തില് കേരളത്തിലുള്ള ഒട്ടുമുക്കാൽ മന്ത്രിമാരും മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതിൽ സംശയം വേണ്ട. ആ നിലക്ക് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളും ഹൈന്ദവ സഹോദരങ്ങളും അവരുടെ നേതാക്കളും അവരുടെ ആത്മീയ പുരുഷന്മാരുമെല്ലാം ഈ മഹത്തായ പരിപാടിയിലേക്ക്, ഇന്നലെ നടന്ന ഒരു പരിപാടിയില് ശബരിമലയിലെ മുൻ തന്ത്രി രാമൻ നാരായിരുന്നു വരേണ്ടിയിരുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള വലിയ വലിയ ആളുകളൊക്കെ ഈ മഹത്തായ പരിപാടിയിലേക്ക് സഹകരിക്കുമ്പോ അതാ ബഹുമാനപ്പെട്ട വ്യക്തിത്വത്തിന്റെ പവർ തന്നെയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് മയക്കിക്കിടത്തിയിരുന്ന ഈ സമുദായത്തെ, മയക്കുവെടി തന്നിരുന്ന ഈ സമുദായത്തെ
ചിന്തിക്കാനും ഉയർത്തെഴുന്നേൽക്കാനും ദിശാബോധം നൽകിയ മഹാനായ കാന്തപുരം ഉസ്താദ് ഇവിടെ വർഗീയത വരുമ്പോ നമ്മൾ തമ്മിൽ തല്ലരുത് എന്ന് ആഹ്വാനം ചെയ്യുന്നു. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഓ പ്രിയപ്പെട്ട ഹിന്ദുക്കളെ, നിങ്ങൾ തമ്മിൽ തല്ലരുത്. മാനവീകത എന്ന് പറയുന്നത് മഹാനായ കാന്തപുരം ഉസ്താദ് വെക്കുന്ന നിർദ്ദേശം മതമേതാവട്ടെ, ദർശനമേതാവട്ടെ, ആശയമേതാവട്ടെ, മനുഷ്യൻ എന്ന കോണിൽ നിങ്ങൾ എല്ലാവരും ഒന്നാണ്. മനുഷ്യൻ എന്ന കോണിൽ നിങ്ങൾ ഒന്നിക്കണം. ആ മനുഷ്യൻ എന്ന കോണിൽ നിങ്ങൾ ഒന്നിച്ചുകൊണ്ട് ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കണം. അതല്ലേ മതങ്ങൾ പഠിപ്പിച്ചത്. കാന്തപുരം ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നു മുസ്ലിങ്ങളോട്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. ഓ അല്ലയോ മനുഷ്യരെ എന്നല്ലേ ഖുർആൻ വിളിച്ചത്, മുസ്ലിങ്ങളെ എന്നല്ലല്ലോ. അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ മാതാപിതാക്കൾ ഒന്നാണ്. പിന്നെ നിങ്ങളെ വിവിധ കബീലകളും വിവിധ വ്യത്യസ്ത ഗോത്രക്കാരും രാജ്യക്കാരുമാക്കിയത് ലിതഅറഫു, നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാവാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവാൻ, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിശ്ചയമായും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സാമീപ്യമുള്ളവൻ, അല്ലാഹുവിനെ ഏറ്റവും തഖ്വ ചെയ്ത് ഭയഭക്തിയോടുകൂടെ ജീവിക്കുന്നവർക്കാണ്. പരിശുദ്ധമായ ഖുർആന്റെ അവസാന സൂറ, അവസാന അധ്യായം 114-ാമത്തെ അധ്യായം സൂറത്തുൻ നാസ് എന്നാണ്, ജനങ്ങളുടെ അധ്യായം. മഹാനായ കാന്തപുരം ഉസ്താദ് ഈ സമൂഹത്തിൽ പഠിപ്പിക്കുന്നത് അതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ മാത്രം മതമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിന്റെ മതമാണ്. ഇസ്ലാമിൽ വർഗീയതയുണ്ട്, ഇസ്ലാം മാനുഷികതക്കെതിരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ അവരോട് ചോദിക്കട്ടെ, പരിശുദ്ധമായ ഇസ്ലാം മാനവികതക്കെതിരാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഖുർആൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആരോ എന്തോ പറഞ്ഞത് കേട്ട് ഏറ്റുപറയുന്നു എന്നുള്ളതല്ലാതെ പരിശുദ്ധമായ ഖുർആൻ, മഹാനായ കാന്തപുരം ഉസ്താദ് നിർദ്ദേശിക്കുന്ന വിശുദ്ധമായ ഇസ്ലാമില് മാനവികതയ്ക്കെതിരെ ആ ഖുർആനിലോ ഹദീസിലോ പ്രവാചക ജീവിതചര്യയിലോ ഒരു വരി എങ്ങാൻ കാണിച്ചു തന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ പറയുന്ന വഴിക്ക് ഞങ്ങൾ നടന്നു തരും. അപ്പൊ ഇത് ആരോ പറഞ്ഞതിന്റെ പേരിൽ പറഞ്ഞു എന്ന് നടക്കാതെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക. ഇസ്ലാമാണ് പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, നിങ്ങൾ ഏത് മതത്തിലുള്ളവരാവട്ടെ മതമില്ലാത്തവരാവട്ടെ, നിങ്ങളുടെ അച്ഛനും അമ്മയും ഒന്നാണ്. ഈ ആശയം ജനങ്ങൾ, ഇസ്ലാമിന്റെ ജനങ്ങൾ, മുസ്ലിങ്ങളെ നിങ്ങൾ പഠിക്കണമെന്ന് കാന്തപുരം ഉസ്താദ് പറയുന്നു. ഒപ്പം ഹൈന്ദവരെ തട്ടി ഉണർത്തിക്കൊണ്ട് പറയുന്നത് എന്താ? ഹിന്ദു സഹോദരങ്ങളെ തട്ടി ഉണർത്തിക്കൊണ്ട് അവരുടെ മതാചാര്യന്മാരെ വിളിച്ചുകൊണ്ട് ഈ യാത്രയിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ, കാരന്തൂരിലുള്ളപ്പോഴാവട്ടെ, കാസർഗോഡാകുമ്പോഴാവട്ടെ, കന്യാകുമാരിയിലാകുമ്പോഴാവട്ടെ, അമേരിക്കയിലാകുമ്പോഴാവട്ടെ, മഹാനായ കാന്തപുരം ഉസ്താദ് പറയുന്നത് എന്താ? നിങ്ങളുടെ മതങ്ങൾ നിങ്ങളുടെ ആളുകളെ പഠിപ്പിക്കുക. ശ്രീരാമ ഭക്തൻ, ശ്രീരാമൻ ഇവിടെ ദൈവമായി ആചരിക്കുന്നവരുണ്ട്, അംഗീകരിക്കുന്നവരുണ്ട്, ദൈവമായി വാഴ്ത്തപ്പെടുന്നവരുണ്ട്. ആധ്യാത്മരാമായണം ദൈവീക ഗ്രന്ഥമായി അംഗീകരിക്കുന്നവരുണ്ട്. ആധ്യാത്മരാമായണത്തില് പറയുന്നത് മഹാനായ കാന്തപുരം ഉസ്താദ് ഈ സമൂഹത്തെ ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഹൈന്ദവ നേതാക്കളോട് രാമായണത്തിലുള്ള ആശയങ്ങള് അവരവരുടെ മതത്തിന്റെ ആളുകളെ പഠിപ്പിക്കാൻ, ഞങ്ങളുടെ മതത്തിന്റെ ആളുകളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ ആളുകളെ പഠിപ്പിക്കുക. അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. ബഹുമാന്യരായ നമ്മുടെ കഴിഞ്ഞകാല നേതാക്കൾ ചോദിച്ചു, വേദം പഠിക്കാത്തത് എന്തോടോ ദുർജനം, മൂടിക്കിടക്കയാ മർത്യന് മാനസം. വേദം പഠിക്ക്, മുസ്ലിങ്ങൾ ഇസ്ലാമിനെ പഠിക്ക്, ഹിന്ദുക്കൾ ഹൈന്ദവ മതങ്ങളെ കുറിച്ച് പഠിക്ക്. ശ്രീരാമൻ കുഴപ്പക്കാരനാണോ? ശ്രീരാമ ഭക്ത ഭഗവാൻ പറഞ്ഞത് എന്താ? ഇവിടെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും വേർതിരിച്ച് കാണാനല്ല, ഒന്നായി കാണാനാണ്. മാനവികതയും മനുഷ്യത്വവും ഉയർത്തിപ്പിടിക്കാനാണ് പറഞ്ഞത്. മഹാനായ കാന്തപുരം ഉസ്താദ് സമൂഹത്തെ ഉദ്ധരിക്കുന്നതാണ്. അധ്യാത്മരാമായണം 7 കാണ്ഡങ്ങള്, ആരണ്യകാണ്ഡം, അയോധ്യാകാണ്ഡം, കിഷ്കിന്ധ്യാകാണ്ഡം, ഉത്തരകാണ്ഡം, ബാലകാണ്ഡം, യുദ്ധകാണ്ഡം. അതിൽ യുദ്ധകാണ്ഡത്തിൽ പറയുന്നു, സഹിഷ്ണരായി സമദൃഷ്ടികളായി ബഹു ജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നെ ശാന്തം നിനക്ക് സുഖവാസ മന്ദിരം സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം സന്തതാം തൽപാര സേവതാത്മനാം സന്തതം തൽമന്ത്ര മന്ത്രോ ജപശുചി സന്തോഷവാരിതേ ഭക്തദ്രാവാത്മനെ അന്തർഗതനായി വസിക്കനീ സീതയ ചിന്തതാ ചിന്താമണേ ദയാവാരിധേ. ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഏകോദര സഹോദരങ്ങളെ പോലെ സഹദൃഷ്ടി മനോഭാവത്തോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ എല്ലാ ജീവജാലങ്ങളെയും കാണാൻ പഠിപ്പിച്ച ആധ്യാത്മരാമായണവും രാമനും ഇവിടെ പ്രശ്നക്കാരാണോ? അല്ല. അവരെ വാഴ്ത്തപ്പെടുന്ന അമ്പലങ്ങൾ പ്രശ്നമാണോ? അല്ല.
ഇസ്ലാമും മുസ്ലിമും ലോക മനുഷ്യരെ നിങ്ങൾ ഒന്നാണെന്ന് പഠിപ്പിച്ച ഇസ്ലാം പ്രശ്നമാണോ? പള്ളി പ്രശ്നമാണോ? മത്തായി, മാർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതിയ സുവിശേഷങ്ങൾ ഈ ആശയങ്ങളല്ലേ പഠിപ്പിച്ചത്? ചർച്ചുകളും ആധ്യാത്മിക പുരുഷന്മാരും മെത്രാപോലീത്തമാരും അതേപോലത്തെ ആളുകളും ഇവിടെ പ്രശ്നമാണോ? അല്ല. അതുകൊണ്ട് കാന്തപുരം ഉസ്താദ് ലോകത്തോട് പ്രതിസന്ധി നിറഞ്ഞ ഈ സമയത്ത് പറയുന്നത്, മതങ്ങൾ പഠിക്കാൻ, മതത്തിലേക്ക് തിരിച്ചു പോകാൻ മാനവൻ തയ്യാറാവണം. മാനവൻ മതത്തിലേക്ക് തിരിച്ചു പോവുക, മതം പഠിക്കുക, അതിലൂടെ മനുഷ്യർ നന്നാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആകർഷണീയമായ അഗാധമായ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ്, അഗാധമായ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് കാന്തപുരം ഉസ്താദ്. ആകർഷകമായ സ്വഭാവത്തിന്റെ ഉടമയാണ്, വശ്യമായ പെരുമാറ്റത്തിന്റെ ഉടമയാണ് കാന്തപുരം ഉസ്താദ്. അതേപോലെ കറകളഞ്ഞ മതനിഷ്ഠയുടെ ഉടമസ്ഥനാണ് കാന്തപുരം ഉസ്താദ്. ആരാലും ആകർഷിക്കപ്പെടുന്ന ആഹാരത്തിന്റെ ഉടമയാണ്. അതിലേറെ അത്യാകർഷകമായ ശബ്ദമാധുരിയുടെ ഉടമയാണ്. അനിതര സാധാരണമായ പ്രവർത്തന പാടവത്തിന്റെ ഉടമയാണ് കാന്തപുരം ഉസ്താദ്. 50ഓളം രാജ്യങ്ങളിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് ഈ ഭൂഖണ്ഡത്തില് 50ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുത്ത ഒരു മഹാനാണ്. അമേരിക്കയിൽ നടന്ന വിശാലമായ ഒരു തെരഞ്ഞെടുപ്പില് കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത 500 പ്രഗത്ഭരായ വ്യക്തികളെ തിരഞ്ഞെടുത്തപ്പോ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കാന്തപുരം ഉസ്താദ് മാത്രമാണ് ആ പ്രഗത്ഭ പട്ടികയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി 2000-ലധികം പള്ളികള് റബ്ബിന് സുജൂദ് ചെയ്യാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിർമ്മിച്ച മഹാനാണ് കാന്തപുരം ഉസ്താദ്. 10,000-കണക്കിന് യതീം മക്കളെ, അഗതികളെ, അനാഥരെ സംരക്ഷിച്ച വലിയ ഒരു ജനനായകനാണ് കാന്തപുരം ഉസ്താദ്. ജീവന്റെ നിലനിൽപ്പിനു വേണ്ടി കുടിവെള്ളം അനിവാര്യമാണെങ്കിൽ കേരളത്തിലും ഇതര സ്റ്റേറ്റുകളിലും, നമ്മുടെ കൽക്കത്തയിലും പഞ്ചാബിലും കാശ്മീരിലുമെല്ലാം നിരവധി കിണറുകള് പണിതുകൊടുത്ത് വെള്ളം കുടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ജനനേതാവാണ് മഹാനായ കാന്തപുരം ഉസ്താദ്. വെടിയുണ്ടകൾ കേട്ട് മാത്രം പരിചയമുള്ള ബാപ്പമാരും ഉമ്മമാരും പീഡിപ്പിക്കപ്പെട്ട് മരിച്ചുപോയ കാശ്മീരിലുള്ള അനാഥ മക്കൾക്ക് അവസരമൊരുക്കി കൊടുത്ത് അവർക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് ജീവിപ്പിക്കാൻ എല്ലാവിധ വഴികളും കാണിച്ചു കൊടുത്ത മഹാനാണ് കാന്തപുരം ഉസ്താദ്. മത സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ ഇടപെട്ടുകൊണ്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തിവിട്ടുകൊണ്ട് സൗഹാർദ്ദവും മൈത്രിയും സൃഷ്ടിക്കാൻ പലപ്പോഴും ഭാഗ്യം ലഭിച്ച, ജനം അംഗീകരിച്ച ഒരു നേതാവാണ് മഹാനായ കാന്തപുരം ഉസ്താദ്. വർഗീയ കലാപങ്ങൾ പലപ്പോഴും ആടിയപ്പോ, ബോംബെയിലും അതേപോലത്തെ സ്ഥലങ്ങളിലും എത്തിയപ്പോ അരുതരുതരുത്, അവിടെ മാനുഷാത പാടിക്കൊണ്ട് കൊല്ലരുത് സഹോദര, കൊല്ലരുത്, ആയുധമെടുക്കരുത്, ആക്രമിക്കരുത് എന്ന് പറഞ്ഞ് ആ പടപ്പറമ്പുകളുടെ ഗാത്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന വലിയൊരു മനുഷ്യനാണ് കാന്തപുരം ഉസ്താദ്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ മഹത്വം സുബ്ഹാനല്ലാഹ് ധാരാളമുണ്ട്. ആ മഹത്വങ്ങളെല്ലാം പറയുന്നത് കിബിറിന് വേണ്ടിയോ അഹങ്കാരത്തിന് വേണ്ടിയോ അല്ല. അതങ്ങനെയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ ചുരുക്കം ചുരുങ്ങിയത് കൊണ്ട് തോന്നുന്നു എന്ന് മാത്രം. അല്ലാഹു തആല നൽകിയ മഹത്വങ്ങൾ പറയുമ്പോൾ നമുക്കതുകൊണ്ട് ബറക്കത്തുണ്ടാകും. നാമും അതേപോലെ പ്രവർത്തിക്കാൻ, അതേപോലെ പ്രവർത്തിക്കാൻ നാമും ഇറങ്ങിത്തിരിക്കണം. അതിന്റെ 10,000-ൽ ഒരംശമെങ്കിലും പ്രവർത്തിക്കാൻ, ഇറങ്ങിത്തിരിക്കാൻ ഇത്തരം വാക്കുകളും പ്രബോധനങ്ങളും നമുക്ക് പ്രചോദനമാകുമെന്ന നെയ്യത്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് ആ മഹാനുഭാവന് ദീർഘകാലം ജീവിക്കാൻ അള്ളാഹു ദീർഘായുസ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ലക്ഷ്യം തെറ്റിപ്പോയ ഒരു സമൂഹത്തിന്റെ പുനർസൃഷ്ടിക്കു വേണ്ടി കർമ്മകാന്ഡമൊഴിഞ്ഞു വെച്ച ആ മഹാമനുഷ്യയുടെ വചനാമൃതങ്ങൾ കേട്ട് ജീവിക്കാൻ ലക്ഷ്യം തെറ്റിപ്പോയ സമൂഹത്തിന്റെ പുനഃസൃഷ്ടിക്കാണ് അദ്ദേഹത്തിന്റെ പാടുപെടൽ. ആ പുനഃസൃഷ്ടിക്ക് വേണ്ടി കർമ്മകാന്ഡം ഒഴിഞ്ഞു വെച്ച ആ മഹാമനുഷ്യയുടെ വചനാമൃതങ്ങൾ കേട്ട് ആസ്വദിക്കാൻ ദീർഘകാലം അല്ലാഹു എനിക്കും നിങ്ങൾക്കുമെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബ് കബൂലാക്കട്ടെ, എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഇതിന്റെ സംഘാടകർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.